നമുക്ക് ഈ ഓണത്തിനൊരു മാങ്ങച്ചാർ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാലോ. സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങച്ചാർ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എനിക്കിന്ന് ടൗണിൽ പോയപ്പോൾ മാങ്ങ കിട്ടിയിട്ടോ. മാങ്ങ സാധാരണ കാണില്ല കടകളിൽ, എന്തോ എനിക്ക് കിട്ടി. അപ്പോൾ എങ്ങനെയായാലും അച്ചാറുകളിൽ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം മാങ്ങ തന്നെയാണല്ലോ. അപ്പം എന്നാൽ മാങ്ങച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കഴുകി നന്നായി തുടച്ച് ഞാൻ അരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതാക്കി കട്ട് ചെയ്യണം. എന്നാൽ വല്ലാണ്ട് ചെറുതാവാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങയൊക്കെയാണെങ്കിൽ നമ്മുടെ മാങ്ങച്ചാർ സൂപ്പറാണ്. എന്തൊക്കെ അച്ചാറുണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു സദ്യയിൽ മാങ്ങച്ചാർ ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുക. അപ്പോൾ ഞാൻ അരിഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. അതൊന്ന് ചെറിയതാക്കിയിട്ടാണ് അരിഞ്ഞിറക്കണത്. അപ്പോൾ ഈ അച്ചാർ ഒരു പണിയില്ല കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഓണത്തിന് കാലത്ത് നീച്ചിട്ടായാലും ഉണ്ടാക്കാം, അല്ല കഴിക്കണതിൻ്റെ മുന്നേ ആയാലും ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പിടുന്നുണ്ട്. നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് അപ്പോഴേക്കും ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ചേർക്കണത്. നല്ലെണ്ണയ്ക്ക് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് വെച്ചാലും നല്ലെണ്ണ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ദിവസങ്ങൾ കേടാവാതിരിക്കും. എന്നിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുകയാണ്. ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് നമുക്ക് അതിലോട്ടിടാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിനെ ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. ഇതൊരു പ്രത്യേക മണം നമ്മളുടെ അച്ചാറിന് തരും കേട്ടോ. ഞാൻ വെളുത്തുള്ളിയൊന്നും ചേർക്കണില്ല, ഇഞ്ചി മാത്രമാണ് കേട്ടോ ചേർക്കണത്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇഞ്ചി മാത്രമായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഇഞ്ചിയുടെ ഒരു മണം വല്ലാണ്ട് കുത്തണതല്ല ഇനിയും, എങ്കിലും ആ ഒരു ടേസ്റ്റും ഇതും വരുമ്പോൾ മാങ്ങച്ചാറിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതൊന്ന് മൂക്കണ വരെ നമുക്ക് കാത്തിരിക്കാം. ഒന്ന് ഷെയ്ഡ് മാറുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇടാം കേട്ടോ. ഇനി പൊടികൾ ചേർക്കാം. പൊടികൾ മുളക് പൊടി പറഞ്ഞാൽ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ ചേർക്കണത്. എരിവ് വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി എരിവുള്ള 1 സ്പൂൺ മുളക് അതും ചേർക്കാം, 1 സ്പൂണ് കാശ്മീരി ചില്ലിയും ചേർക്കാം. ഇവിടെ എരിവ് അധികം വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി മാത്രം 3 ടീസ്പൂണാണ് കേട്ടോ. ഇനി കായം പിന്നെ നമ്മുടെ ഉലുവാപ്പൊടിയാണ്, അതും 1 ടീസ്പൂൺ വീതമാണ് ഇടുന്നത്. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കയ്പ്പാവും. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമ്മളുടെ മാങ്ങ അച്ചാറിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ നന്നായി ഇളക്കി ഈ മസാല എല്ലാ മാങ്ങേൻ്റെ പീസുകളിലേക്കും എത്തിക്കണം. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമ്മൾ 1 മണിക്കൂർ വെക്കണം എന്നോ ഒന്നുമില്ല, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കഴിക്കാം. അത്രയ്ക്കും ടേസ്റ്റാണ്. നമുക്കിത് വായയിൽ ഇങ്ങനെ ഇട്ട് കടിക്കുമ്പോൾ ആ ഒരു കറുന്ന് തന്നെ ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മളിത് വേവിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഓണത്തിന്.